ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS Solutions. നമ്മൾ നോക്കാൻ പോകുന്നത് +1 മാത്തമാറ്റിക്സിലെ ചാപ്റ്റർ 3 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ എക്സസൈസ് 3.1 ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. In two circles, if in two circles arcs of the same length subtend angle 60 degree 75 degree at the center, find the ratio of their radii. ഇവിടെ ആർക്ക് ഓഫ് സെയിം ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആർക്ക് ലെങ്ത്തുകൾ സെയിം ആണ്. ആർക്ക് ലെങ്ത് കാണാൻ നമ്മളൊരു ഇക്വേഷൻ പറഞ്ഞു, എന്താ 2πr × θ/360. ഓക്കെ, സെൻട്രൽ ആംഗിൾസ് ഒന്ന് 60 ആണ്, ഒന്ന് 75 ആണ്. സെയിം ലെങ്ത് ഓഫ് ആർക്കാണ്. 2πr × θ1/360, 2πr × θ2/360. അഥവാ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2πr × θ/360 ആണ്. ഇതിൽ 2π കോമൺ ആണ്. ഓക്കെ, അതേപോലെ തന്നെ 360 കോമൺ ആണ്, അതും ക്യാൻസൽ ആയിപ്പോൾ. ഇപ്പോൾ ഈ 2π ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാനാണ്, അത് ഇപ്പം വരുമ്പോൾ ഡിവിഷൻ ആവും. അപ്പോൾ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ക്യാൻസൽ ആവും. 360 ഇവിടെ ഡിവൈഡ് ആണ്, അത് ഇപ്പം വരുമ്പോൾ ഇൻറ്റു 360 എന്നാവും. അപ്പോൾ അതും ക്യാൻസൽ ആവും. ഈ ബാക്കിയുള്ളത് R1 θ1 എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രി ആണ് ഫസ്റ്റത്തത്. ദെൻ θ2 എന്ന് പറഞ്ഞാൽ 75 ഡിഗ്രി ആണ്. ഇനി ഈ R2 അങ്ങോട്ടും കൊണ്ടുപോകുക, 16 അപ്പുറത്തും കൊണ്ടുവരിക. അപ്പോൾ R1/R2 റേഷ്യോ ഫോമാറ്റിലോട്ട് മാറും. 75/60 രണ്ടിനെയും നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാലോ. 75നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ? അല്ലേ, 75നെ 15 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ 15 15 30 30 60. അപ്പോൾ 2 4 4 5 എണ്ണം ഉണ്ടാവും. ഓക്കെ, 15 × 5 5 25 5 ഇഷ്ടം 2 വരും. 1 5 5 5 2 7. ഇതാ കണ്ടോ 15 എണ്ണം ഉണ്ടാവും. പിന്നെ 60ന് 12 60ന് ഇവിടെ 5 വെച്ചാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. 15 വെച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് പോയേനെ. നമുക്കിവിടെ വീണ്ടും 15നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യും. 15നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 5/4 കിട്ടും. ഇവിടുന്ന് ഡയറക്റ്റ് ഇതിനെ രണ്ടിനെയും 15 വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റെപ്പ് അവിടെ കുറഞ്ഞു കിട്ടും കേട്ടോ. 75നെ 15 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 എന്നും കിട്ടും. 60നെ 15 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 എന്നും കിട്ടും. 15 15 30 30 30 60 അല്ലേ? അപ്പോൾ 4 എന്ന് കിട്ടും. അപ്പോൾ 5/4 എന്നായി. അപ്പോൾ റേഷ്യോ ആക്കിയിട്ട് എഴുതുമ്പോൾ 5:4 എന്ന് കിട്ടും.